നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്നും 10% കറക്റ്റ് ആയപ്പോൾ മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈയിൽ നിന്നും 30 മുതൽ 50% കറക്റ്റ് ആവുകയും സ്ട്രോങ് സപ്പോർട്ട് ഫേസിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ 200 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നതും ഓൾ ടൈം ഹൈയിൽ നിന്നും 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഉയർന്ന് 209 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 54,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.05. കഴിഞ്ഞ ഒരു മാസത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 2% റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് റിക്കവറിയിലേക്കുള്ള ശ്രമത്തിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയർ ടിൽ ഡേറ്റിൽ 100%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. മാർക്കറ്റിൽ വളരെ ചെറിയ പൈസയ്ക്ക് ലിസ്റ്റഡ് ആവുകയും അതിനുശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകിയതും കൊണ്ട് സ്റ്റോക്ക് ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ 100%-ന് മുകളിലുള്ള റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇറാഡ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡേയിൽ 8% ഉയർന്ന് 213 രൂപയുടെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരുന്നു. കൂടാതെ സ്റ്റോക്ക് 32%-അടുത്ത് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. മുമ്പ് ഒരൽപ്പം വോളറ്റിലിറ്റി കൂടിയ സ്റ്റോക്കായിരുന്നു ഇറാഡ. പ്രത്യേകിച്ചും ന്യൂസിനനുസരിച്ചുള്ള മൂവ്മെൻറ്റും ഫ്ലക്ച്വേഷനും കൂടുതലായിരുന്നു. ASM അല്ലെങ്കിൽ അഡീഷണൽ സർവൈലൻസ് മെഷർ കാറ്റഗറിയിൽ സ്റ്റോക്ക് ഉൾപ്പെട്ടതോടുകൂടി സ്റ്റോക്ക് ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. വോളറ്റിലിറ്റിയിൽ ഒരൽപ്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും കമ്പനി ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% ഇയർ ഓൺ ഇയറിലും റവന്യൂ 38% ഇയർ ഓൺ ഇയറിലും വർദ്ധിച്ചു. 1176 കോടിയിൽ നിന്നും 1629 കോടിയിലേക്ക് റവന്യൂ ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 284 കോടിയിൽ നിന്നും 387 കോടിയിലേക്കാണ് ഉയർന്നത്. 188 മുതൽ 200 വരെയുള്ള റേഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ്. 215-ന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡിസിസീവ് അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇറാഡ. അതോടൊപ്പം തന്നെ ടെക്നിക്കലി ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം ആരംഭിക്കുകയും MACD ഉൾപ്പെടെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ബൈയിങ് സിഗ്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. നവരത്ന PSU കാറ്റഗറിയിലുള്ള ഇറാഡ എന്ന കമ്പനിയുടെ 75% സ്റ്റേക്കും ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നു. കമ്പനി പ്രധാനമായും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് ആണ് നൽകുക. ഇറാഡ എന്ന സ്റ്റോക്കിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 30%-ലേറെ ഡിസ്കൗണ്ടിലുമാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3.5% ഉയർന്ന് 136 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 82, 52 വീക്ക് ഹൈ 188, 52 വീക്കിലോ 125. ഒരു മാസം കൊണ്ട് 3% റിട്ടേൺ നൽകി. ഇറാഡയ്ക്ക് സമാനമായ രീതിയിൽ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെയും ഒരു ബോട്ടം ഫോം ചെയ്ത് സ്റ്റോക്ക് അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിൽ തന്നെ ഉയർന്ന വാല്യൂഷനോടുകൂടി ലിസ്റ്റ് ആവുകയും പിന്നീട് 52 വീക്ക് ഹൈയിലേക്ക് എത്തുകയും ചെയ്തതുകൊണ്ട് ഇയർ ടിൽ ഡേറ്റിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ലഭിക്കുന്നു. കൂടാതെ 132 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ, 145 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 145-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 155, 160 പോലുള്ള ടാർഗറ്റ് നമ്മൾക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനോടൊപ്പം തന്നെ ഹൗസിംഗ് ഫിനാൻസ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വന്നിരിക്കുന്ന സ്ട്രോങ് റിക്കവറി സൈൻ ഈ കമ്പനിയുടെ പ്രധാന ടെയിൽവിൻഡായി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിലും പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. കൺസിസ്റ്റൻ്റ് റവന്യൂ ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബജാജ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ബജാജിൻ്റെ മാനേജ്മെൻറ്റ് വിശ്വാസ്യതയുമുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 180, 185, 160 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 125 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. 125 എന്ന റീസെൻറ്റ് ലോ കമ്പനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ കറക്ഷൻ വരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്